ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ച സമാധാനത്തിന് വഴി തുറക്കുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയാണ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ പുരോഗമിക്കുന്നത്. അമേരിക്കൻ, ഇറാൻ പ്രതിനിധി സംഘങ്ങൾ പാകിസ്ഥാൻ മധ്യസ്ഥതയിലാണ് അവിടെ ചർച്ചകൾ നടത്തുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പാക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുദ്ധക്കെടുതിയിലെ നഷ്ടവും ഹോർമുസിൽ പരിപൂർണ അധികാരവുമാണ് ഇറാന്റെ ആവശ്യം. അപ്പോൾ ഇറാന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങുമോ അമേരിക്കയും ഇസ്രയേലും? ഇത് ഒരു സമാധാനത്തിലേക്ക് നീങ്ങുമോ എന്നതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഈ ചർച്ച ഫലവത്തായില്ല എങ്കിൽ വലിയ ആക്രമണം നേരിടാൻ തയ്യാറെടുത്തുകൊള്ളൂ എന്ന ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ചർച്ചകൾ ഫലം കാണുമോ എന്നതാണ്. നമുക്കൊപ്പം വി വിനോദ് ഈ ചർച്ച സംബന്ധിച്ചുള്ള വാർത്തകളുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. വിനോദ്, എല്ലാവരും എന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നുണ്ടാകും ഇസ്ലാമാബാദിലെ ചർച്ച. ഇത്രയും ദിവസം പിന്നിട്ട യുദ്ധം അത് വലിയ രീതിയിൽ ലോക സമാധാനത്തിന് ഭീഷണിയായിരിക്കുന്നു, സാമ്പത്തിക ക്രമത്തിന് ഭീഷണിയായിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ വെടിനിർത്തൽ എങ്കിലും സാധ്യമാക്കുന്ന തരത്തിലേക്ക് ഈ ചർച്ചകൾ പുരോഗമിക്കണം. തുടർ ചർച്ചകളിലൂടെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുന്നതിലേക്കെങ്കിലും എത്തണം എന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്താണ് സാഹചര്യം? പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളുടെ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? വളരെ അർത്ഥവത്തായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. അത് എത്രമാത്രം വിശ്വസനീയമാണ്? രേണുക, ഇപ്പോൾ ലോകത്തിന്റെ കണ്ണ് ഇസ്ലാമാബാദിൽ തന്നെയാണ്. അവിടെ നടക്കുന്ന ചർച്ചയുടെ ഓരോ വിശദാംശവും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ലോകം കാത്തിരിക്കുന്നതും കാതോർക്കുന്നതും. ഇപ്പോൾ ചർച്ച 2 റൗണ്ട് കഴിഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ അമേരിക്കയിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള പ്രതിനിധി സംഘങ്ങൾ ഇസ്ലാമാബാദിൽ എത്തിയിരുന്നു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ചർച്ചയിലേക്ക് കടന്നത്. ഇറാന്റെ പ്രതിനിധികളും ഈ ചർച്ചയുടെ ഭാഗമായുണ്ട്. അരകാഴ്ച വിദേശകാര്യമന്ത്രിയാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ, വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. യുഎസിന്റെ വൈസ് പ്രസിഡന്റും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ അടക്കമുള്ള നേതാക്കൾ, വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാം തന്നെയാണ് ഈ ചർച്ചയുടെ ഭാഗമായി വരുന്നത്. പക്ഷേ ഇതിൽ ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ, അതിന് അടിസ്ഥാനമാകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെയാണ് ചില ആശങ്ക ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഇറാൻ ഇതുവരെ ഒരു വിട്ടുവീഴ്ചയുടെ പാതയിലേക്ക് പോയിട്ടില്ല. അങ്ങനെ വിട്ടുവീഴ്ചയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ആ രാജ്യമുള്ളതും അവിടുത്തെ ജനതയുള്ളതും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ യുദ്ധക്കെടുതിയിലുണ്ടായ നാശനഷ്ടം അത് US നൽകണമെന്നതാണ്. തങ്ങൾക്ക് നേരെ അകാരണമായ ആക്രമണമാണ് ഉണ്ടായതെന്നൊരു വാദമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന്, 11 ലക്ഷം കോടിയുടെ അവരുടെ വസ്തുക്കൾ അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് പല ഉപരോധങ്ങളിലൂടെ അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ആ സമ്പത്ത് തിരികെ കിട്ടണമെന്ന ഒരു ആവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഹോർമുസിൽ അവരുടെ സ്വാതന്ത്ര്യം, പരിപൂർണമായ സ്വാതന്ത്ര്യം ഇറാന് ഹോർമുസ് കടലിടുക്കിൽ വേണമെന്ന മറ്റൊരു ആവശ്യം, ഈ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് പിന്മാറില്ലെന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപക്ഷെ ഈ ചർച്ചയിൽ ചില വിട്ടുവീഴ്ചകൾ ഉണ്ടായാൽ ഒരുപക്ഷെ ഒരു സമവായത്തിൻ്റെ പാതയിലേക്ക് പോകും. പക്ഷേ അത് വിദൂര സാധ്യത എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. കാരണം ഈ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ പോലും, അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നൊരു പരാമർശമുണ്ടായത്, ഇപ്പോഴും അമേരിക്കയുടെ കപ്പലിൽ യുദ്ധോപകരണങ്ങൾ നിറയ്ക്കുകയാണ്, പടക്കോപ്പുകൾ നിറയ്ക്കുകയാണ്. ചർച്ചയിൽ ഒത്തുതീർപ്പുണ്ടായില്ലെങ്കിൽ അതിശക്തമായ തിരിച്ചടി ഇറാൻ നേരിടേണ്ടി വരും എന്ന ഒരു കാര്യമാണ് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ വെടിനിർത്തലായി പ്രഖ്യാപിച്ചിരിക്കുന്നത് 2 ആഴ്ചയാണ്. ഇതിനുള്ളിൽ ഒരു സമവായം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന നിർദ്ദേശമാണ്. പക്ഷേ ഇസ്രായേൽ അതിനോട് ഒരു തരത്തിലും യോജിക്കുന്ന ഒരു നിലയിലല്ലായിരുന്നു. മാത്രമല്ല, ലെബനനിൽ തുടർച്ചയായി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ 200-ലധികം പേർ കൊല്ലപ്പെടുന്ന, കഴിഞ്ഞ ദിവസങ്ങളിലും ഈ തരത്തിൽ തന്നെയാണ് അവിടെ ആളുകളുടെ മരണം റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴും അങ്ങനെ ലെബനനിൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ലെബനനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം അനുശൂലം നടക്കുകയാണ്. ഇപ്പോൾ ഒരു വെടിനിർത്തലിൻ്റെ ഒരു സാധ്യത, അല്ലെങ്കിൽ ലെബനനിലേക്കുള്ള ആക്രമണം ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഇറാൻ ഒരു ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വച്ചിരിക്കുന്നത് ലെബനനിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കണം എന്ന കാര്യമാണ്. യമൻ, ലെബനൻ തുടങ്ങി ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സേനാ വിഭാഗങ്ങൾ വലിയ തോതിൽ ആക്രമണം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ലെബനനിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നത് ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് അംഗീകരിക്കപ്പെടുമോ എന്നതാണ്. വിനോദ്, ഇറാൻ ലെബനന്റെ വിഷയം കൂടി എടുക്കുകയാണെങ്കിൽ 3ഓളം പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഗാസ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് ഇപ്പോൾ നീണ്ടത് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിലാണ്
ഇപ്പോൾ ചർച്ച നടത്തുന്ന JD വാൻസും ക്രൂഷ്നറും തന്നെയായിരുന്നു അന്ന് സമാധാന ചർച്ചകൾക്ക് മുന്നിൽ നിന്നത് എന്നതുകൂടി നമ്മൾ കാണണം. ഏതാണ്ട് അതേ ഒരു ടീമാണ് ഇപ്പോൾ ഈ സമാധാന ചർച്ചകളും നടത്തുന്നത്. ഇറാന്റെ ആവശ്യങ്ങൾ ഭാഗികമായെങ്കിലും അംഗീകരിച്ചുകൊണ്ട് ഒരു സമാധാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? പൂർണ്ണമായും അംഗീകരിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചോ ഇസ്രയേലിനെ സംബന്ധിച്ചോ സാധ്യമാകാതെ വരും. അതൊരു വലിയ രീതിയിൽ തോൽവിയായി വ്യാഖ്യാനിക്കുന്ന സാഹചര്യമൊക്കെ വരും. അപ്പോൾ ഭാഗികമായ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു സമാധാനത്തിലേക്ക് പോവുക എന്നത് സാധ്യമാകുമോ? ഇറാൻ അതിന് വഴങ്ങുമോ? രേണുക, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പ്രതിനിധി സംഘത്തിലുള്ള അമേരിക്കയുടെ സംഘത്തിലുള്ള വിറ്റ്കോഫും കുഷ്ണറും നേരത്തെ തന്നെ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിൽ ഒരു ഇടനില അല്ലെങ്കിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ടുള്ള ചർച്ചയൊക്കെ നടത്തിയിരുന്നു. ആ സമയത്ത് അമേരിക്കയുടെ പ്രതിനിധികൾ ഉന്നയിച്ച കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം അത് അവസാനിപ്പിക്കണമെന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഹോർമൂസിൻ്റെ അധികാരം പങ്കിടുക എന്നത്. അത് ട്രംപ് ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ പ്രതിനിധി സംഘങ്ങൾ നേരത്തെ നടത്തിയ ചർച്ചയിൽ ഒമാനൊക്കെ മധ്യസ്ഥം വഹിച്ച് നേരത്തെ ചർച്ചകൾ നടന്നിരുന്നു. ആ സമയത്താണ് വിറ്റ്കോഫും കുഷ്ണറും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. അന്ന് ഒരിഞ്ച് പോലും ഇറാൻ അതിനോട് അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവർ ഉന്നയിക്കുന്നത് അവർക്ക് സ്വതന്ത്രമായ സഞ്ചാരപാത തുറന്നു കിട്ടണം, ഹോർമൂസിൽ ഒരു വിധത്തിലുള്ള നിയന്ത്രണവും ഇറാന് മേൽ ഉണ്ടാകരുത്, മാത്രമല്ല അവരുടെ പൂർണ്ണ അധികാരം അത് ഏത് തരത്തിലാണോ അത് നിലനിർത്തണം എന്ന ആവശ്യം. മറ്റൊന്ന് യുദ്ധക്കെടുതിയിലുണ്ടായ നഷ്ടം അത് അമേരിക്ക തീർക്കണം. മറ്റൊന്ന് അവർക്ക് മേൽ ഉപരോധത്തിലൂടെ ഉണ്ടായ ഏതാണ്ട് 11 ലക്ഷം കോടിയുടെ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ആസ്തി, ആ ആസ്തികൾ തിരികെ ലഭിക്കുന്ന തരത്തിലുള്ള ധാരണ. മറ്റൊന്നാണ് ഈ സഹായിക്കുന്ന രാജ്യങ്ങളെ ആക്രമിക്കാതിരിക്കുക എന്നൊരു ആവശ്യം. പക്ഷേ ഈ ചർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ ലെബനനെ ആക്രമിക്കരുത് എന്ന ആവശ്യമാണ് ഇറാൻ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഗസയിൽ വലിയ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ലെബനൻ്റെ ഭാഗത്ത് നിന്ന് ഹമാസിന് വലിയ സഹായം ലഭിക്കുന്നു എന്ന ഒരു വാദമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ചർച്ച എങ്ങനെ അവസാനിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രേണുക, ശരി, വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും പ്രതീക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകൾ ഫലം കാണട്ടെ, തുടർ ചർച്ചകൾക്ക് വേദി ഒരുക്കിക്കൊണ്ട് താൽക്കാലികമായെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ എന്നൊരു പ്രതീക്ഷയാണ് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നത്. നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം.